ഇറാനും യുഎസിനും ഇടയിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുകയാണ്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ചൊല്ലിയാണ് പുതിയ സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. എന്നാൽ അത് മാത്രമല്ല കാരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്ന ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുതിയ ആക്രമണങ്ങളുടെയെല്ലാം അടിസ്ഥാനം. ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ തീരുമാനത്തെ ഈ ഇസ്രായേലി ഇന്റലിജൻസ് മുന്നറിയിപ്പ് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹോർമൂസിൽ ഇറാൻ വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചുവെന്നാരോപിച്ച് ഇറാനെതിരെ അമേരിക്ക വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഈ സമയത്ത് തന്നെയാണ് നിർണായകമായ രഹസ്യാന്വേഷണ വിവരങ്ങളും പുറത്തുവരുന്നത് എന്നത് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് ഇറാനെതിരായ അമേരിക്കൻ നടപടിയെ നേരിട്ട് പ്രേരിപ്പിച്ചതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കാൻ ട്രംപ് ആലോചിക്കുമ്പോൾ തന്നെ ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇറാനെ ആക്രമിക്കാൻ മറ്റൊരു കാരണമെന്ന രൂപത്തിലേക്ക് ട്രംപിന്റെ ചിന്തകളെ പാകപ്പെടുത്താൻ ഈ റിപ്പോർട്ടിനെ ഉപയോഗിച്ചുവെന്ന് കരുതുന്നവരുമുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരം പുറത്തുവിട്ടത്. ഇക്കാര്യം ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ അമേരിക്കയിലെ ഇറാൻ ചാരന്മാരെയും സ്ലീപ്പർ സെല്ലുകളെയും ഇറാൻ സജീവമാക്കിയതായി റിപ്പോർട്ടുകൾ വന്നതാണ്. അമേരിക്കൻ സൈനിക മേധാവികളെയും ട്രംപിനെയും വധിക്കാനായിരുന്നു പദ്ധതിയെന്നും വാർത്തകൾ വന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ വീണ്ടും ട്രംപിനെ വധിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിൽ അമേരിക്കൻ അധികൃതർക്ക് ആഴ്ചകളായി രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ട് അതുപോലെയുള്ളതല്ല എന്നും അതൊരു പ്രത്യേക ഗൂഢാലോചനയെക്കുറിച്ചുള്ളതാണ് എന്നുമാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതൊരു പക്ഷേ ട്രംപിന്റെ ഇറാൻ ആക്രമണ പദ്ധതി വ്യാപകമാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ട്രംപിനെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും വിലയിരുത്താൻ സാധിക്കും. അതേസമയം വധഗൂഢാലോചനയുടെ കാര്യം ട്രംപും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. അവരുടെ മുൻപത്തെ നേതാക്കൾ ഇല്ലാതായി, ഇപ്പോഴുള്ള നേതാക്കളുടെ കൂട്ടവും ഇല്ലാതായേക്കാം. ഇതുവരെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് എന്നും ഒരുപക്ഷെ ആ ഭാഗ്യം അധികനാൾ നീണ്ടു നിൽക്കില്ലായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. തന്നെ വധിക്കാനുള്ള ഇറാന്റെ ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് മുന്നേക്കൂട്ടി അറിവുണ്ട് എന്ന ട്രംപിന്റെ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇറാനെതിരെ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നിൽ ഈ കാരണവും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2 തവണ ട്രംപിന് നേരെ വധശ്രമമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇറാന്റെ പങ്ക് കണ്ടെത്താനായിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ടിന് പ്രസക്തിയേറുന്നത്. അതിലൊന്ന് ട്രംപിനെ വധിക്കാനുള്ള പ്രത്യേക ഗൂഢാലോചന തിരിച്ചറിഞ്ഞ ആദ്യത്തെ വിലയിരുത്തലാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ റിപ്പോർട്ട് എന്നതാണ്. മറ്റൊരു കാരണം ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വർഷങ്ങൾക്ക് മുൻപേ പ്രതിജ്ഞയെടുത്തിരുന്നു. അതിനുശേഷം ഇറാൻ യുദ്ധത്തിന് തുടക്കം കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഖമനിയുടെ സംസ്കാരം നടന്നത്. ഖമനിയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ മതപുരോഹിതരും ജനങ്ങളും ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കണമെന്ന് ആക്രോശിക്കുകയും ആഹ്വാനം ചെയ്തതാണ്. ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പിതാവ് കൂടിയായ ആയത്തുള്ള ഖമനിയെയാണ് ട്രംപും കൂട്ടരും വധിച്ചത്. ആയത്തുള്ള ഖമനിയ്ക്കൊപ്പം മുജ്തബയുടെ ഭാര്യയും മരിച്ചു. മുജ്തബയ്ക്ക് സാരമായ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ മുജ്തബയ്ക്കും ട്രംപിനോട് പ്രതികാരം ഉണ്ടാകുമെന്ന് അനുമാനിക്കാം. വ്യക്തിപരമായും വലിയ നഷ്ടമാണ് അമേരിക്കയും ഇസ്രായേലും മുജ്തബയ്ക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആശങ്ക അസ്ഥാനത്തല്ല എന്ന വിലയിരുത്തലിലാണ് ഇസ്രായേലും ട്രംപും. ഇതിനു പുറമെ ഹോർമൂസ് പ്രതിസന്ധിയെ തുടർന്ന് US ഇറാൻ യുദ്ധം രൂക്ഷമാകുകയും US ഇറാൻ ബന്ധത്തിൽ നാടകീയമായ തകർച്ചയുണ്ടാകുകയും ചെയ്ത സമയത്താണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചത് എന്നതും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ US ഏജൻസികൾ മുൻപ് ഈ രഹസ്യ വിവരം സ്വതന്ത്രമായി സ്ഥിരീകരിക്കുകയോ പ്രത്യേക ഭീഷണി നിരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ഹോർമൂസിലെ വാഗ്ദാന ലംഘനം ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ആദ്യത്തെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണങ്ങളെ സ്വാധീനിച്ചേക്കാൻ സാധ്യതയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ബുധനാഴ്ച
ഇറാനുമായുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ തന്ത്രപ്രധാനമായ ജലപാതയ്ക്ക് സമീപവും അമേരിക്ക പുതിയൊരു സൈനിക ആക്രമണം നടത്തി. ട്രംപിന്റെ ഈ നയമാറ്റത്തിന് പിന്നിൽ ഇസ്രയേലാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. വെടിനിർത്തലിന്റെ തുടക്കം മുതൽ ഇസ്രയേലിന് ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഈ റിപ്പോർട്ടിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമായതിനാൽ വെടിനിർത്തൽ പിൻവലിപ്പിച്ച് ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കണമോ എന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ വിലയിരുത്താനും സാധിക്കും. അത്തരമൊരു സംശയത്തിന് തീർച്ചയായും സാധ്യതയുണ്ട് എന്ന് ഒരു മുൻ US മറൈൻ കോർപ്സ് ഓഫീസറായ ഡാൻ ഗ്രാസിയറും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഏതൊരു സൈനിക നടപടിക്കും പിന്നിൽ ഇസ്രയേലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുന്നറിയിപ്പ് നൽകിയ സമയവും ഈ സംശയത്തിന് ബലം നൽകുന്നു. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയതിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷാ ആശങ്കകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് വരുമ്പോൾ ട്രംപിന്റെ വിമാനം മാറ്റിയിരുന്നു. ഖത്തർ സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിന് പകരം പഴയ വിമാനത്തിലാണ് അദ്ദേഹം മടക്കയാത്ര നടത്തിയത്. വിമാനമാറ്റം സംബന്ധിച്ച് US ഉദ്യോഗസ്ഥർ പ്രത്യേക വിശദീകരണം നൽകിയിട്ടില്ല എങ്കിലും സുരക്ഷാ ആശങ്കകളായിരിക്കാം ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. തുർക്കിയിൽ നിന്ന് പഴയ എയർഫോഴ്സ് 1-ൽ യാത്ര ചെയ്ത ട്രംപ് UK-യിലെ സൈനിക താവളത്തിലെത്തിയ ശേഷം പുതിയ വിമാനത്തിൽ മാറിക്കയറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അത് UK-യിലെ സൈനികർക്ക് പുതിയ വിമാനം കാണുന്നതിന് വേണ്ടിയാണ് എന്ന വിചിത്രവും രസകരവുമായ മറുപടിയാണ് ട്രംപ് നൽകിയത്. ഇതിനിടയിൽ തന്നെ ഇറാനിലെ തന്ത്രപ്രധാനമായ തെക്കൻ നഗരങ്ങളിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷൈറിന് സമീപവും ജോഖത്ത്, കൊനാരക് തുടങ്ങിയ നഗരങ്ങളിലും വ്യാഴാഴ്ച രാത്രി വലിയ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. പക്ഷേ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. അതേസമയം ബുഷൈറിലെ സ്ഫോടനങ്ങൾക്ക് കാരണം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനമാണ് എന്ന് ബുഷൈർ ഡെപ്യൂട്ടി ഗവർണർ ഇഹ്സാൻ ജഹാനിയാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA-യോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിന് പുറത്തുള്ള സൈനിക ആസ്ഥാനത്ത് ഡ്രോണോ റോക്കറ്റോ പോലുള്ള ഒരു വസ്തു പതിച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന ആണവ നിലയങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ബുഷൈറിലാണ്. ഇതാണ് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചു എന്ന വിലയിരുത്തലിലേക്ക് എത്താൻ കാരണം. ഏതാനും മാസങ്ങളായി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അമേരിക്ക നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ US-ഉം ഇറാനും പരസ്പരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് ആരോപിച്ചാണ് അമേരിക്ക ഇറാനെ വീണ്ടും ആക്രമിച്ചത്. മറുപടിയായി ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്.